എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ എല്ലാവരും ആ ഇൻഫിനിറ്റി സുക്കിനോമിയിൽ അങ്ങനെ പെട്ടുകിടക്കുകയാണ്. നറൂട്ടോയും സാസുകയും ഒക്കെ ഇപ്പൊ സുസാനയ്ക്കുള്ളില് സേഫ് ആയിട്ടിരിക്കുകയാണ്. ഉടനെ നറൂട്ടോ അവൻ പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അത് കണ്ട് സാസുക അവൻ നിലവിളിച്ചു പറയും, നറൂട്ടോ, ഒരു കാരണവശാലും നീ പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. പുറത്തേക്ക് പോയാ നീയും ആ ഇൻഫിനിറ്റി സുക്കിനോമിയിൽ പെട്ടുപോകും. കട്ട് ചെയ്ത ടോബുറാമ ആൾ ഒരുപാട് ടെൻഷനായി ഇപ്പൊ ചുറ്റും നോക്കും. ഓരോരുത്തരും ഇൻഫിനിറ്റി സുക്കിനോമി പെട്ടുപോയി മമ്മിയെ പോലെ അങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടോബുറാമ ഉടനെ കരീനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മമ്മി അത് പിടിച്ചു വലിച്ചു കീറും. പക്ഷേ അവൻ എത്രത്തോളം കീറുന്നോ അത്രത്തോളം തന്നെ സെക്കൻഡുകൾ വെച്ച് അത് കവർ ആയിക്കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മിനട്ടോ ആൾക്കാണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താ നടക്കണമെന്ന് പിടികിട്ടില്ല. ആളും വണ്ടറടിച്ച് ചുറ്റും നോക്കും. കട്ട് ചെയ്ത ഇവിടെ സാക്കുറ അവൾ ചോദിക്കും, ഇനി നമ്മൾ എന്താ ചെയ്യാ? ഈ ഇൻഫിനിറ്റി സുക്കിനോമിയിൽ നിന്ന് നമ്മൾ എങ്ങനെ പുറത്തു വരും? അത് കേട്ട് കാക്കാഷി ഇപ്പൊ സാസുകയെ നോക്കും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ സത്യം അതെന്താണെന്ന് ഇനിയെങ്കിലും സാസുക നീ തുറന്നു പറയണം. അതിന് സാസുക പറയും, തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്യുക. ആക്ച്വലി കാക്കാഷി മാസ്റ്ററും സാക്കുറയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ നേച്ചറാണ്. ഉടനെ കാക്കാഷിക്ക് കാര്യം പിടികിട്ടും. കാക്കാഷി പറയും, എനിക്കറിയാം സാസുക, നീ നിന്റെ ലെഫ്റ്റ് കണ്ണുപയോഗിച്ച് പുറത്ത് നടക്കുന്ന എല്ലാം തന്നെ അനാലിസിസ് ചെയ്യല്ലേ. കുഴപ്പമില്ല, എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോഴായിരിക്കും സാസുക പറയുക, ആക്ച്വലി മാധുര അവന്റെ പവർ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ഇൻഫിനിറ്റി സുക്കിനോമിയിൽ പെട്ട് കിടക്കുകയാണ്. അതിൽ അഫക്റ്റ് ചെയ്യാത്ത 4 പേര് അത് നമ്മൾ മാത്രമാണ്. അത് കേട്ട് നറൂട്ടോ അവൻ ഞെട്ടും. സാസുക വീണ്ടും പറയും, എല്ലാവരും അവന്റെ ഗെഞ്ചിപ്സൂല് പെട്ട് കിടക്കാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഹിനട്ടെ കാണിക്കും. ഹിനട്ടെ ആണെങ്കിൽ ഇപ്പൊ ആ ഗെഞ്ചിപ്സൂല് പെട്ട് നറൂട്ടോയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതായിരിക്കും അവൾക്ക് കാണാൻ കഴിയുക. അതേസമയം കിബ അവനൊരു വലിയ വില്ലേജിന്റെ ഹൊക്കാഗയായി മാറിക്കഴിഞ്ഞു. കട്ട് ചെയ്ത ചോച്ചി അവനാണെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടതുപോലെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു വൈഫിനെയൊക്കെ കിട്ടി അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഷിനോ അവൻ വലിയൊരു ഈച്ചയെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ അങ്ങനെ ഹായ് ആയിട്ട് പറന്ന് നടക്കുകയാണ്. കട്ട് ചെയ്ത ഷിക്കമരുവിന്റെ ഇമാജിനേഷൻ കാണിക്കും. ഷിക്കമരുവിന്റെ ഇമാജിനേഷനിൽ അവന്റെ അമ്മ അവന്റെ പപ്പയെ വഴക്കു പറയാണ്. മാത്രമല്ല തൊട്ടടുത്തായി ആസുമ മാസ്റ്റർ ആളിപ്പോ ആളുടെ കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഈനോ അവളുടെ ഇമാജിനേഷനിൽ സാസുകയും സായും അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും എനിക്ക് ഈനോ വേണം എന്ന് പറഞ്ഞായിരിക്കും പരസ്പരം ഫൈറ്റ് ചെയ്യുക. ഈനോ പറയും, ഗായ്സ് പ്ലീസ് നിങ്ങൾ ഫൈറ്റ് ചെയ്യരുത്. എനിക്ക് ഇത്രയും സൗന്ദര്യം കൂടിപ്പോയത് എന്റെ കുഴപ്പമാണോ? നമുക്കെല്ലാം സമാധാനമായിട്ട് തീരുമാനിക്കാം. ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയും ഫൈറ്റ് ചെയ്യരുത്. മറ്റൊരു ഭാഗത്ത് റോക്ക്ലി അവനാണെങ്കിൽ നറൂട്ടോയെയും നെജിയെയും ഇട്ടിച്ച് തെറിപ്പിക്കും. എന്നിട്ട് വമ്പം പോസൊക്കെ ഇട്ട് അങ്ങനെ മാസായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും സാക്കുറ അവൾ ഉച്ചത്തില് ലീ എന്ന് വിളിച്ചു പോവി അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവനൊരു കിസ് കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയമഞ്ചരിയിൽ ആറാടിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത സായുടെ ഇമാജിനേഷനിൽ അവന് ചുറ്റുമുള്ളവരെല്ലാവരും അവന്റെ തിക് ഫ്രണ്ട്സായി കഴിഞ്ഞു. അവനിപ്പോ ഒരുപാട് ഹാപ്പിയാണ്. അതിനുശേഷം ഗാരയുടെ ഇമാജിനേഷൻ കാണിക്കും. ഗാരയാണെങ്കിൽ ടെൻടെണ്ണും ടെമരയൊക്കെ ആയിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ടങ്കൂറ അവനിപ്പോ അവന് വേണ്ടി പുതിയൊരു പപ്പടിനെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മിസുഗാഗ ആളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ഇട്ട് ഒത്തിരി സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇവിടെ ഗാറയാണെങ്കിൽ വീണ്ടും നറൂട്ടോ ആയിട്ടുള്ള നല്ല കുറെ മെമ്മറീസ് അതങ്ങനെ ഇമാജിൻ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ ബഹളം വെക്കാൻ തുടങ്ങും. നമ്മൾ എത്ര നേരം ഈ ഒരു സുസാനയ്ക്കുള്ളില് ഇങ്ങനെ ഇരിക്കും? നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതിന് സാസുക പറയും, ഇപ്പൊ മുഴുവൻ നിലാവില് മറഞ്ഞു നിൽക്കുകയാണ്. ആ നിലാവ് മുഴുവനായിട്ടും നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് പോവാം. പക്ഷെ പുറത്തുള്ളവര് ഇപ്പോഴും ആ ഗെഞ്ചിപ്സൂല് ലോക്കായി തന്നെ ഇരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും ആ ഗെഞ്ചിപ്സൂല് പെട്ടു പോവില്ല. അത്രയും പറഞ്ഞ് സാസുക അവൻ കണ്ണടച്ച് ഒരു സെക്കൻഡ് ഹിറ്റാച്ചി ആലോചിക്കും. അപ്പൊ ഹിറ്റാച്ചി ആള് പറയും, ഞാൻ എല്ലാ സത്യങ്ങളും നിന്നോട് തുറന്നു പറയാൻ പോവാണ്. ഇത്രയും നാളും ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് മുഴുവനായിട്ടും സാസുവയ്ക്ക് ഹിറ്റാച്ചി കാണിച്ചു കൊടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് വലിയൊരു വാർ നടക്കുകയാണ്. ഒരുപാട് പേര് ആ യുദ്ധത്തില്
അങ്ങനെ മരിച്ചു വീഴും. ഹിറ്റാച്ചി ആണെങ്കിൽ അതിനെല്ലാം ഇടയിലൂടെ മുൻപോട്ട് ഓടി ഓടി വലിയൊരു പാറയുടെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. ഹിറ്റാച്ചിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനിപ്പോ അവന്റെ കയ്യിലുള്ള വെള്ളം അത് കുറച്ചു പേർക്ക് കുടിക്കാനൊക്കെ കൊടുത്ത് അവരെങ്ങനെയെങ്കിലും നോർമലാക്കാൻ ശ്രമിക്കും. ഹിറ്റാച്ചി വെള്ളം കൊടുത്തതില് ഒരാൾ സ്റ്റോൺ വില്ലേജുകാരനാണ്. ഹിറ്റാച്ചി അവൻ ലീഫ് വില്ലേജുകാരനാണെന്ന് മനസ്സിലാക്കി ഉടനെ ആ സ്റ്റോൺ വില്ലേജുകാരൻ ഒരു കത്തിയെടുത്ത് ഹിറ്റാച്ചി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട ഹിറ്റാച്ചി അവന്റെ കൈ പിടിച്ച് തിരിച്ച് തല അങ്ങനെ പാറയിൽ ആഞ്ഞടിപ്പിക്കും. ശബ്ദം കേട്ട് ഹിറ്റാച്ചിയുടെ പപ്പ അവിടേക്ക് വരും. ഹിറ്റാച്ചി ഉടനെ അവന്റെ പപ്പയോട് പറയും, ഞാൻ ആക്ച്വലി ഇവനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ ഇവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അതിന് ഹിറ്റാച്ചിയുടെ പപ്പ പറയും, ഇത് ഗ്രേറ്റ് വാറാണ്, ഇവിടെ അവർ പരസ്പരം കൊല്ലാൻ മാത്രമേ ശ്രമിക്കൂ. ഇതാണ് യഥാർത്ഥ വാറ്. ഒരിക്കലും ഇത് നിന്റെ മനസ്സിൽ നിന്ന് മാറാൻ പാടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത വാറൊക്കെ കഴിഞ്ഞ് ഇപ്പൊ മരിച്ചവരുടെ കല്ലറയ്ക്ക് മുൻപിൽ എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതിലൊരു ഷിനോബി അവൻ പറയും, ഈ ഒരു വലിയ യുദ്ധം അത് നടക്കാൻ കാരണക്കാരൻ തേർഡ് ഹൊക്കാഗയാണ്. ഇനി അടുത്ത ഹൊക്കാഗ അത് ഉറപ്പായിട്ടും ഫുക്കാഗു ആയിരിക്കണം. അതിന് ഫുക്കാഗു അവൻ ദേഷ്യപ്പെട്ട് പറയും, മിണ്ടി പോരുത്, ഇതൊക്കെ പറയേണ്ട സ്ഥലം അതിവിടെയല്ല. പക്ഷെ അവൻ വീണ്ടും ചോദിക്കും, കാക്കാഷിയെ നമ്മൾ എന്ത് ചെയ്യും? ഒബീട്ടോയുടെ കണ്ണ് അത് അവന്റെ കയ്യിലാണ്. അതിന് ഫുക്കാഗു പറയും, ഒബീട്ടോ അവനത് മനസ്സായി കാക്കാഷിക്ക് കൊടുത്തതാണ്. ഒരു കാരണവശാലും അത് തിരികെ എടുക്കാൻ നമുക്ക് അവകാശമില്ല. അതിനവൻ വീണ്ടും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ കാക്കാഷി നമുക്ക് നമ്മുടെ ക്ലാനിൽ ചേർത്തൂടെ? ഫുക്കാഗു ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹിറ്റാച്ചിയെ കാണിക്കും. ഹിറ്റാച്ചി ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പൊ ഒരുപാട് ദൂരത്ത് ആ കല്ലറകൾക്ക് നടുവിലായി അവൻ ഒറോച്ചിമാറുവിനെ കാണും. ഒറോച്ചിമാറു ഫുൾ കലിപ്പില് ഈ വാറൊക്കെ വെറും വേസ്റ്റ് ആണ്, ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഉടനെ ഹിറ്റാച്ചി അവൻ നടന്ന് ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് വരും. ഹിറ്റാച്ചി ഒറോച്ചിമാറുവിനോട് ചോദിക്കും, ജീവിതം എന്ന് വെച്ചാ ശരിക്കും എന്താ? അതിന് ഒറോച്ചിമാറു പറയും, ജീവിതം എന്ന് പറഞ്ഞാ പ്രത്യേകിച്ച് ഒന്നുമില്ല, എറ്റേണൽ ലൈഫ് അത് കിട്ടുകയാണെങ്കിൽ മാത്രമേ നല്ലൊരു ജീവിതം ജീവിക്കാൻ കഴിയൂന്ന് പറഞ്ഞ് ആളിപ്പോ അവിടുന്ന് കടന്നു പോകും. ഹിറ്റാച്ചിക്കാണെങ്കിൽ കാര്യമായിട്ടൊന്നും പിടികിട്ടില്ല. ആകെ വണ്ടറടിച്ച് ഇപ്പൊ ഒറോച്ചിമാറുവിനെ അങ്ങനെ നോക്കി നിൽക്കും. അടുത്ത സീനിൽ ഹിറ്റാച്ചി വലിയൊരു മലയുടെ മുകളിൽ നിന്ന് ഇപ്പൊ താഴേക്ക് ചാടും. അവൻ താഴേക്ക് വരെ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടാൻ തുടങ്ങും. അവനുടനെ 2 കത്തിയൊക്കെ ഉപയോഗിച്ച് പാറയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്ത് സേഫായി താഴെ ഇറങ്ങും. താഴെ ഇറങ്ങുമ്പോഴായിരിക്കും അവന്റെ അടുത്തേക്ക് ഒരു കാക്ക അതങ്ങനെ പറന്നു വരിക. ഹിറ്റാച്ചി ആണെങ്കിൽ ഇപ്പൊ ആ കാക്കയോട് എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങും. അടുത്ത സെക്കൻഡ് ഒരുപാട് കാക്കകൾ ഹിറ്റാച്ചിക്ക് ചുറ്റും അങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ആ ഒരു കാക്ക മാത്രം ഹിറ്റാച്ചിയുടെ കയ്യിൽ വന്നിരുന്ന് ഹിറ്റാച്ചിയെ നോക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പോ ഹിറ്റാച്ചിയുടെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. ഹിറ്റാച്ചി ഒരുപാട് ടെൻഷനായി അവന്റെ അമ്മയോട് ചോദിക്കും, അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് നീ ഒരു ചേട്ടനാവും പോവാണ്. കട്ട് ചെയ്താ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹിറ്റാച്ചിക്ക് ഒരു അനുജനുണ്ടാവും. ഫുക്കാഗു ആണെങ്കിൽ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഒരുപാട് സ്നേഹത്തോടെ ഒരു പേരിടും. ആ പേരാണ് സാസുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഹിറ്റാച്ചി അവനാണെങ്കിൽ ഗ്രൗണ്ടിലൂടെ എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നടക്കുകയാണ്. അപ്പൊ ഒരു പെൺകുട്ടി അവനെ വിളിച്ച്, നീ ആക്ച്വലി ഉച്ചയല്ലേ, നിനക്ക് ഞങ്ങളുടെ കൂടെ കളിക്കാൻ താല്പര്യമുണ്ടോ ചോദിക്കും. അതിന് ഹിറ്റാച്ചി പറയും, എന്നെ കൊണ്ട് വയ്യ, എനിക്ക് ശരിയും പ്രാക്ടീസ് ഉണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ ഇത്രയും ലേസി അല്ലാന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടന്നു പോകും. അത് കണ്ട് ബാക്കിയുള്ള പിള്ളേര് അവര് വമ്പം കലിപ്പില് സാസുവയ്ക്ക് നേരെ ഒരുപാട് കല്ലൊക്കെ എടുത്ത് അങ്ങനെ വലിച്ചെറിയും. പക്ഷെ ഒന്നുപോലും അവന്റെ ബോഡിയിൽ കൊള്ളില്ല. അല്പനേരം കഴിഞ്ഞ് ഹിറ്റാച്ചി ഫുൾ കലിപ്പില് തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് വലിയൊരു കല്ലെടുത്ത് അവർക്ക് നേരെ അങ്ങനെ ആഞ്ഞെറിയും. അവരെറിഞ്ഞ 10 കല്ലുകളെ തകർത്ത് ഇപ്പൊ ഹിറ്റാച്ചിയുടെ കല്ല് അത് തെറിച്ചു പോവും. കട്ട് ചെയ്ത കുഷീന സെൻസായി ആളിപ്പോ സാസുകയെ കാണാൻ ഹിറ്റാച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സാസുകയെ കാണുമ്പോൾ തന്നെ അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അന്ന് രാത്രിയാണ് ഒബീട്ടോ അവൻ അവിടേക്ക് വരിക. ഹിറ്റാച്ചി ആണെങ്കിൽ സാസുകയായിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഹിറ്റാച്ചി സാസുകയ്ക്ക് പാട്ടൊക്കെ പാടിക്കൊടുത്ത് അങ്ങനെ ഹായ് ആയിട്ട് ഇരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.